എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് പല ആളുകളും ഇനിയും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാത്തതെന്നുള്ളത്. ടെസ്ല പോലുള്ള പല കമ്പനികളും ഇന്ത്യയിൽ വന്ന് അവർ ഈ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് പല ആളുകളും തിരിച്ചറിഞ്ഞിട്ടില്ല. ഹായ്, എൻ്റെ പേര് അജ്മൽ, ഫൗണ്ടർ ഓഫ് eVisual ലേണിംഗ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇന്ന് വലിയൊരു മാറ്റത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത് മറ്റൊന്നുമല്ല, ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി ഓരോ ദിവസവും ബൂമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 5 മില്യണിലധികം തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ മാത്രം വരാൻ പോകുന്നുണ്ടെന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള പല ന്യൂസുകളിലും വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പല സ്റ്റുഡൻസുകളും അല്ലെങ്കിൽ ഈവൻ +2 കഴിഞ്ഞ ആളുകൾ വരെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഇതിലുണ്ട് എന്നുള്ളത് പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര ആളുകൾ ഞാൻ ഈ പറയുന്നതിന്റെ കണ്ടന്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എനിക്കറിയില്ല. വി നീഡ് എഞ്ചിനീയേഴ്സ്. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് മാർക്കറ്റിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സിൽ എത്ര ആളുകൾ 100% സാറ്റിസ്ഫിക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈവൻ സർവീസ് സെന്ററുകൾ വരെ എത്ര എണ്ണം പൂട്ടി പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തുകൊണ്ട് അതൊക്കെ സംഭവിക്കണം എന്നുള്ളത് ഒറ്റ കാരണം എനിക്ക് പറയാനുള്ളൂ, ലാക്ക് ഓഫ് സ്കിൽഡ് ലേബേഴ്സ്. യെസ്, ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പണി അറിയാവുന്ന ആളുകൾ എന്ന് പറയുന്നത് 0 തന്നെ പറയും. ഇതിനൊരു ചേഞ്ച് എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്, അല്ല eVisual ലേണിംഗ് കൊണ്ടുവരണം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ജേർണിയിൽ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടാം. താങ്ക് യു.